ഈ കായികമേളയുടെയൊക്കെ ബാക്കി വിശേഷങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ അതൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. അതിനിടയിൽ കലവറ വരെ നമുക്കൊന്ന് പോയി നോക്കണം. മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന കുട്ടി താരങ്ങൾക്കായി എന്തൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഒരുങ്ങുന്നത് കലവറയിൽ എന്നുകൂടെ കാണണ്ടേ? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഇവിടെയാണെങ്കിലേ ഇനി ഒരു 5-6 ദിവസത്തേക്ക് പറയാൻ നിറയെ വിശേഷങ്ങളുണ്ടാവും. അറിഞ്ഞു കാണുമല്ലേ, കായികമേള തുടങ്ങാണ്. പക്ഷേ ഈ കായികമേള തുടങ്ങിയിട്ട് ഇവക്കെന്താണ് ഈ കലവറയിലെ കാര്യമൊന്നുമില്ലേ? ഇവിടെ അല്ലാതെ നമുക്ക് എന്താ ഇനി കാര്യം? മത്സര വിശേഷങ്ങൾക്കൊപ്പം തന്നെ കുറച്ച് ഭക്ഷണ വിശേഷം കൂടി പറയാമെന്ന് വെച്ചു. ദാ കലവറയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. പാത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും സാധനങ്ങളും ഒക്കെ ഇവിടെ നിരന്നിരിക്കുകയാണ്. എന്തായാലും ഒരു പാലുകാച്ചലോട് കൂടി ഐശ്വര്യമായിട്ട് കലവറ ഇങ്ങ് ഉദ്ഘാടനം ചെയ്യാം അല്ലേ? സ്കൂൾ ഒളിമ്പിക്സ് മേളയുടെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കലോത്സവമോ കായികമേളയോ എന്തുമാകട്ടെ, പഴയിടത്തിന്റെ രുചിക്കൂട്ടുകളില്ലാതെ എന്താഘോഷമല്ലേ? പതിവ് തെറ്റാതെ ഇത്തവണയും കുട്ടിത്താരങ്ങളുടെ വയറും മനസ്സും നിറയ്ക്കാൻ പുതിയ പൊടിക്കൈകളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി എത്തുന്നുണ്ട്. കായികമേളയ്ക്ക് നമ്മൾ അങ്ങനെ സ്പെഷ്യൽ മെനു ഒന്നും ഉൾപ്പെടുത്താറ് പതിവില്ല. അവർക്ക് ആവശ്യമുള്ളത്ര കലോറി കിട്ടത്തക്ക രീതിക്കുള്ള നോൺ വെജ് ഐറ്റംസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കായികമേളയ്ക്കുള്ള ഭക്ഷണം. പൊതുവെ എല്ലാ ദിവസവും തന്നെ ഒന്ന് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ കറി ഏതെങ്കിലും ഐറ്റം കൊടുക്കുന്നുണ്ടാവും. രാവിലെ പാല്, മുട്ട, പഴം. സാധാരണ ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, പൂരി, പുട്ട് തുടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഈ പാലും മുട്ടയും പഴവും കൂടി ഉണ്ടാവാറുണ്ട്. 4 മണിക്ക് സ്നാക്സ്, 11 മണിക്കും ഒഫീഷ്യൽസിന് മാത്രം സ്നാക്സ് കൊടുക്കും. ഇത് കുറച്ച് ലൈറ്റ് മെനു ആയിരിക്കും. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് കൂടി ഉള്ളതുകൊണ്ട് അത് ബാലൻസ്ഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേ ചേച്ചിമാരൊക്കെ നല്ല തിരക്കിട്ട പണിയിലാണ്. ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഈ കലവറയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും കുട്ടികളുടെ വയറും മനസ്സും നിറയ്ക്കാനുള്ളതൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ ഒരുക്കുന്നത്. ക്യാമറമാൻ MS സുജിത്തിനൊപ്പം ഇന്ദുലേഖ ഹരിയാണ്, മാതൃഭൂമി ന്യൂസ്.